പോണ്ടി വരില്ല. പിറ്റേ ദിവസം വരെ പോണ്ടി വരില്ല. ഒരേ മണിക്കൂർ മതി. ഒറ്റ മണിക്കൂറിൽ എന്തുകൊണ്ട് ഒന്നുമില്ല. ഒരു എന്താ പറയാ, നമ്മൾ ഈ ചേർക്കണത് തന്നെ ചിലപ്പോ ഉള്ളിക്ക് കൂടെ നല്ല മണം ഉണ്ടാവില്ല, ചെറിയ ഉള്ളിക്ക്. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് പാലക്കാട്ടിലെ ഒരു സ്പെഷ്യൽ കറി നങ്കിമീൻ കറിയാണ്. നങ്കിമീൻ വറ്റിച്ചത്. പക്ഷെ നമ്മൾ വറ്റിച്ചതല്ലല്ലോ, നമ്മൾ എന്താണ് വറുത്തരച്ചാണ് വെക്കാൻ പോണത്. ചിലവര് മാന്തൽ എന്നൊക്കെ പറയും, നമ്മുടെ അവിടെ പറയണത് നങ്കിമീനാണ്. നങ്കിമീൻ കറിയാണ് വെക്കാൻ പോണത്. ഷെഫുമാരൊക്കെയാണ് ഇവരിവിടെ ഉള്ളത്. എന്താണ് ഇങ്ങനെ ചെയ്യണത്? സവാള അരിഞ്ഞിട്ടും കഴുകാം. എന്തൊക്കെയാണ് സ്പെഷ്യൽ ചേരുവകൾ ചേർക്കാൻ നമ്മൾ പറ? ഇത് തേങ്ങ വറുത്തരയ്ക്കാൻ. തേങ്ങന്റെ കൂടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കുരുമുളകും, കുറച്ച് ജീരകവും, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് അത് വറുത്തിട്ടാണ് നമ്മള് വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ പോണത്. ഉണക്കമുളകും ഇടും വേണമെങ്കിൽ ഇടല്ലേ? എന്താ വെച്ചുമാ? അതെ, പച്ചമുളക് ഇടണം, ഉണക്കമുളക് ഇടണം. പച്ചമുളക് ഇടണം, ഇത് എന്റെ കൊച്ചമ്മയാണ്, എറണാകുളത്ത് നിന്ന് വന്നിരിക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇത് അനിയത്തിയാണ്. ഡിസംബറിൽ, ഈ വരുന്ന ഡിസംബറിൽ കല്യാണം. എല്ലാരും നേരത്തെ വരിക. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും കറി വെക്കാൻ തുടങ്ങിയാലോ? നമ്മള് ഇപ്പൊ കഴുകില്ല എന്നുള്ള പരാതി കഴിഞ്ഞു. നമ്മളിപ്പോ വൃത്തിയായിട്ടാ കഴുകുണ്ട്. കഴുകണതിന്റെ കൂടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് തിന്നു കഴിയണ വരെ വൃത്തിയായിട്ട് കഴുകുക. കഴുകിയിട്ട് വേണം നമ്മളെല്ലാം കറി വെക്കാൻ. അപ്പോ മാന്തൾ ഏലിയാസ് നങ്കിമീൻ നമ്മള് കഴുകാൻ പോവാണ്. ഓൾറെഡി മഴ നനഞ്ഞിട്ട് കുളിരും എന്താ പറയാ തണുത്ത് വറച്ചിട്ടാണ് വന്നിരിക്കണത്. ഏകദേശം ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ കൊച്ചമ്മക്ക് ചെറിയൊരു പണിയുണ്ട്. കൊച്ചമ്മ, പഴയ ഹിന്ദി ആരാന്നാ പറഞ്ഞത്? ഞാന് ഹിന്ദി ടീച്ചറായിരുന്നു. ഹിന്ദി ടീച്ചർ ഏതാ? ഏതോ ഒരു കുട്ടീന്റെ ഹിന്ദി പേപ്പറാണിത്. വായിക്കി. ദൈവമേ, അത് തമിഴുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. ഹാത്തിന്ന് എഴുതിയിരിക്കുന്ന ആനൈ ഹാത്തി. ഇതാ പാവ ഏതൊരു കുട്ടി എഴുതി പഠിച്ച ഇമ്പോസിഷൻ പേപ്പറാണ്. അത് തന്നെ, ഇമ്പോസിഷൻ ആണ്. എന്തായാലും ആ ടീച്ചർ നല്ല ടീച്ചറാണ്. ഇത്രയും എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ കൊച്ചമ്മ എഴുതിയിരിക്കണേ? മൊമെന്റ്. ഈ പേപ്പറിന്റെ ഉടമസ്ഥ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കച്ചുവാ ആമൈ തമിഴ് പുലിയാണ്. ആമൈ അത് പണ്ട്. ഇപ്പൊ ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ വയസ്സ് 57 വയസ്സായി. കണ്ണിനൊരു പക്ഷെ കണ്ടാ മഞ്ജു വാര്യറിനെ പോലെയുണ്ട്. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മാന്തൽ അല്ലെങ്കിൽ നങ്കിമീൻ കഴുകി എടുക്കാൻ പോവാണ്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടു. അതിന്റെ അവസ്ഥ മതി. അപ്പോ കറക്റ്റ് ടൈമില് നമ്മുടെ അമ്മ വരുന്നുണ്ട്. അമ്മനെ മീൻ കഴുകാൻ വെക്കാട്ടാ. അമ്മ ഒരു ചെറിയൊരു മീൻ കറി വെക്കാൻ പോവാണ്. ശരി. അപ്പൊ എന്താണ് ഈ നേരത്തെ എന്ത് മീന്? ഈ നേരത്തല്ലേ, നമുക്ക് ഈ വൈകുന്നേരത്തല്ലേ നമുക്ക് വൈബ് ഓണാവുള്ളൂ. നമുക്ക് വൈകുന്നേരം എന്താ സ്പെഷ്യല് മീൻ ഒരു ഇത് പറയുമ്പോ എന്താ ഓർമ്മ? നങ്കിമീൻ ആയിരിക്കുവോ? നങ്കിമീന് അത് നമ്മുടെ പണ്ടത്തെ മീനല്ലേ, അത് വെക്കാലോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി തന്നെ ഒന്ന് റെഡിയാക്കണം. ഓക്കെ, ശരി, ചെയ്തു തരാലോ. ഇതൊക്കെ എന്ത്? അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഉണ്ണി. ഇനി ഇത് കഴുകേണ്ടതല്ലേ ഉള്ളൂ അല്ലേ? കഴുകി ഒന്ന് വൃത്തിയാക്കി ശരിയാക്കിയിട്ടില്ല. ഇതെങ്ങനെ എന്താ ചെയ്യേണ്ടത് പറയും നിങ്ങള്? ഇത് ഇപ്പൊ നങ്കിമീന് മാന്തളെന്നും പറയും. ഇതിന്റെ തലനെ ആദ്യം ഇങ്ങനെ കളയുക. ഇതാണ് തല കളഞ്ഞപ്പോ ഇത് ഒന്നിച്ചിങ്ങനെ വന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കുഴപ്പമില്ല. ഫുൾ ഫാം മൂവ്മെന്റ് ആണല്ലോ. ഈ തോലില്ലേ, തോലിനെ ഇങ്ങനെ അടത്തി ഇങ്ങോട്ട് എടുത്തു.
ഇതാണ്ട കണ്ട, ഇതിങ്ങനെ വരും തോല്. ഈ രണ്ട് ഭാഗത്തുള്ള തോലും ഇങ്ങനെ അടത്തി എടുത്തിട്ട് അതിനെ വൃത്തിയായ ഒരു പാത്രത്തിൽ വയ്ക്കും. കണ്ടില്ലേ? പണിയെടുക്കണ ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. ടാസ്കുകളൊന്നും ചെയ്യില്ല. കുട്ടികൾ, ഗർഭിണികൾ ആരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. ടാസ്ക് ഓൺലി, ഹെവി വർക്ക്സ് ഓൺലി. ചെറിയ വർക്കുകളൊക്കെ അമ്മ വലിയ വർക്കുകളൊക്കെ നമുക്ക് പാവം വയറ് കത്തിയിട്ട്. കഴിക്കാൻ ഞാൻ എത്ര നേരം എന്താ ചെറിയ എന്താ കഴിക്കണേ? ഇത് ഗോതമ്പ് ദോശ വിത്ത് സാമ്പാർ. വിത്ത് സാമ്പാർ. നമ്മളവിടെ മറ്റേ നങ്കിമീനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടല്ലോ, കഴിക്കണത്? നങ്കി എന്ന് പറഞ്ഞ മാന്തള്. നിങ്ങൾ എറണാകുളംകാര്? ഞാനത് കഴിക്കാറില്ല. ഓ, മാന്തള് കഴിക്കാറില്ല? എനിക്ക് ഇഷ്ടമല്ല അത്. പണ്ട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിക്കാറില്ല കുറെ നാളായിട്ട്. ആണോ? അമ്മ ഇതെന്താണിത്? നങ്കിമീൻ. അതെ, ഈ നങ്കിമീൻ എങ്ങനെയാ കറി വെക്കണേ? രണ്ട് പച്ചമുളക് ആദ്യം വേവിക്കും, എന്നിട്ട് മസാലയും ചിലപ്പോ കരച്ചിട്ട് ഇത് ഇട്ട് ഒന്നായി യോജിപ്പിക്കും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നങ്കിമീന്റെ രുചിയേ ഇല്ല. അതെ, നിങ്ങൾ ഇതും പീച്ചങ്ങിയും ഇട്ടിട്ട് വെച്ച് തന്നില്ലേ, പരിപ്പൊക്കെ ഇട്ടിട്ട്? അതെങ്ങനെയാ വെക്കുന്നത്? അത് അങ്ങനെ തന്നെ വെക്കുന്നു. എങ്ങനെ? പരിപ്പിട്ടിട്ടൊന്നും വെക്കില്ല നങ്കിമീന്. ബീച്ചിങ്ങും വെക്കും, മുളകും ചിലപ്പോ കരച്ച് ചേർത്തിട്ട് കഴിക്കുക തന്നെ. അപ്പൊ വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റും. എത്ര പ്രാവശ്യം കഴിക്കാൻ പറ്റും? രണ്ട് പ്രാവശ്യം വാങ്ങിക്കാം. ആദ്യം ഒരിക്കൽ, പിന്നെ രണ്ടാമത് ഒരിക്കൽ. ഓക്കെ. അപ്പോ ഇതാണ് എന്റെ അച്ഛമ്മ. അച്ഛമ്മ അതുപോലെ പണ്ട് കുറെ കറികൾ വെക്കുമായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ നങ്കിമീനും അതുപോലെ വേറെ രസം എല്ലാം വെക്കുമായിരുന്നു. അത് പുളിച്ചാറ് എന്ന് പറയും നമ്മുടെ അവിടെ. പുളിച്ചാറും നങ്കിമീനും കിട്ടിലും ടേസ്റ്റ് ആണ്, അതിനൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ നമ്മള് നങ്കിമീൻ കറി വെക്കാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ്? അതെ, നമ്മൾ DJR എത്തിയിട്ടുണ്ട്. DJR, എന്താണ് പരിപാടി? എന്താ ചെയ്യണ്? നമുക്കൊരു എന്താ പറയാ, നങ്കിമീൻ, ഉണക്കമീൻ എന്നാണ് ഞാൻ പറയാറ്. ഞങ്ങൾ അതിന് നങ്കിമീൻ, നങ്കിമീൻ ഭയങ്കര ഫാഷനായിട്ട് പറയും. പാലക്കാടൻ ഫാഷൻ. ഫാഷനായിട്ട് പറയും. വറുത്തരച്ച നങ്കിമീൻ കറി. വറുത്തരച്ച നങ്കിമീൻ കറി. ഓക്കെ. അപ്പോ ചേച്ചി, വറുത്തരച്ച നങ്കിമീൻ കറിക്ക് ഇതിന്റെ റെസിപ്പീസ് എന്താണ്? വറുത്തരച്ച നങ്കിമീൻ കറിക്ക് ആദ്യം നമ്മൾ വറുത്തരയ്ക്കണം. വറുത്തരയ്ക്കാൻ നമുക്ക് എളുപ്പം വേണം നോക്കാം. ഓൾറെഡി പറഞ്ഞു, തേങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുരുമുളക്, ജീരകം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പൊ നമുക്ക് നേരെ വറുത്തരച്ച കൂട്ടുണ്ടാക്കാം. ഓക്കെ. ആദ്യം കൂട്ടോ എന്ത് വേണേലും പറയാം. ആദ്യം വെളിച്ചെണ്ണ, നമ്മളത് ആട്ടിയ നാടൻ വെളിച്ചെണ്ണ, അങ്ങനെ പറയില്ലേ? വേണമെങ്കിൽ പറയാം. ഇത് വെളിച്ചെണ്ണ വെച്ചു, ചൂടാവട്ടെ. അതിന് നമുക്ക് എന്ത് വേണം? തീ വേണം, ക്ഷമ വേണം, രണ്ടും വേണം. ചൂടാവൻ തീയല്ലേ വേണ്ടത്? പക്ഷെ അത് വെയിറ്റ് ചെയ്യാൻ ക്ഷമ വേണം. ഓക്കെ. ക്ഷമയുടെ കത്തിരിക്കും. ഇത് എന്ത് ചെയ്യണം? എണ്ണ ചൂടായി, എണ്ണ ചൂടായി കഴിയുമ്പോ ഈ ചെറിയ ഉള്ളി നമ്മൾ ആദ്യം അതിലേക്ക് ഇടുക. ഈ ചെറിയുള്ളി ഇങ്ങനെ തന്നെ ഇടണോ? കട്ടിയൊന്നുമില്ല, അരിയൊന്നുമില്ല? ഇതിങ്ങനെ എടുത്തത് ഇങ്ങനെ ഇടാം. അങ്ങനെയല്ല, ഇത് അരിയണമൊന്നുമില്ല, അതുപോലെ തന്നെ ഇടണ്ടല്ലോ. ഞാൻ എന്താ അറിയോ, മറ്റുള്ള ഷെഫിന്റെ ഒക്കെ ഓരോ വീഡിയോസ് കാണുമ്പോ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടാണ് ഇടാറ്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? കട്ട് ചെയ്തിട്ട് 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാല് അരയ്ക്കുമ്പോ മര്യാദക്ക് അരിഞ്ഞു വരാൻ. ചെറിയ ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, നന്നായി മൂപ്പിക്കുക. ഓക്കെ. ഒരുവിധം ഇഞ്ചി. ഓക്കെ. ഇത് മൂന്നും നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇടേണ്ടത്. അതുവരെ എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് എന്ത് വേണം? തീ വേണം, ക്ഷമ വേണം. എന്റെ നിഘണ്ടുവില് തീയാണ് ക്ഷമ, ക്ഷമയാണ് തീ. എനിക്ക് അങ്ങനെ ഒരു നിഘണ്ടു ഇല്ലാത്തോണ്ട് എനിക്ക് ക്ഷമ മാത്രം മതി. തുള്ളി എന്തൊക്കെ ഇട്ടിട്ടാട്? ഇഞ്ചി,
ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചെറുള്ളി, അതൊക്കെ മൂപ്പിച്ച ശേഷം തേങ്ങ, ചിരവി വെച്ച തേങ്ങ, അങ്ങനെ വ്യക്തമായി പറയും. ചിരവി വെച്ച തേങ്ങ, അങ്ങനെയല്ലേ പറയാം, ചിരവി വെച്ച തേങ്ങ. ഇനി നമ്മള് ഇതിലേക്ക് എന്താടോ കുറച്ച് ഓർഗാനിക് കറിവേപ്പില ഇട്ടു. ഓക്കെ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന മണ്ണിന്ന് കുറച്ച് കുരുമുളക്, അത് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. കുറച്ച് ജീരകം, അതും നമ്മൾ എവിടെ നിന്ന് വാങ്ങി? കടയിൽ. സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കാം. ഡാഡു, ഇതിലൊരു കോമഡി എന്താന്ന് വെച്ചാല് വീട്ടിൽ എല്ലാരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, നമ്മൾ മാത്രം ബാക്കി. കാരണം എന്താന്ന് പറയും? എന്താണ്? സമയം എത്രയായി സമയത്ത് നോക്കിട്ട് പറയാം. നോക്കിട്ട് താഴെ നമ്മൾ ആഡ് ചെയ്യും. സംഭവം നട്ടപ്പാതിരി ആയി തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും വിശന്നു. നമ്മളെപ്പോഴും എങ്ങനെയാണ് നട്ടപ്പാതിരിക്കാണ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചു. ഇനി വിളക്ക് ഒരുപാട് അങ്ങോട്ട് ഇളക്കണ്ട കേട്ടോ. ഞാൻ ഇളക്കിയാണ്ട ഞാനിവിടെ നിക്കണത്. ഇവിടെ നിക്കുന്നത് എന്റെ കിഷോർ അളിയൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മള് ഇടാൻ പോണത് കുറച്ച് ചേരുവകളാണ്. ഫസ്റ്റ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ആദ്യം ഒന്ന് ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ, കൂടുതൽ പാടില്ല. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അരയുണ്ട് അത്രേ ഉള്ളൂ. അരയുണ്ട്, കുഴപ്പമില്ലേ? അതില്ലടാ, കാലേ ഉള്ളൂ. അത് മറ്റേ സ്പൂൺ ആയതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് നിബോണിനെ നല്ല വിശ്വാസമുണ്ട്. നിബോണിന്റെ കുക്കിങ്ങിൽ വിശ്വാസമുണ്ട്. താങ്ക് യു. 1.5 സ്പൂൺ മുളക് പൊടി. അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ. മല്ലിപ്പൊടി നമുക്ക് 2 സ്പൂൺ ഇടണം. 1. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ ചേരുവകളും മിക്സ് ചെയ്തു. ഇനി അടുത്തത് ഇത് കൊണ്ടുപോയിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് എടുക്കണം. പേസ്റ്റ് ആക്കി എടുക്കണം. യെസ്. ചൂടാറിയതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. നല്ലൊരു തിക്ക് ഗ്രേവി ആക്കി എടുക്കുക. നമ്മൾ വറുത്തരച്ച ആ മിക്സ് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച്, അധികം പുളി ഒഴിക്കണ്ട, വളരെ കുറച്ച് പുളി ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. ഉപ്പ് നമ്മുടെ അളവിനനുസരിച്ച് ഉപ്പിടുക. എന്നിട്ടിത് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. കാരണം ഇതിൽ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അളവിന് ഉപ്പിടുക. എന്നിട്ട് തിളച്ച് പൊങ്ങണതിന് ശേഷം നങ്കിമീൻ നമ്മൾ ഈ ചാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ വേഗം വയ്ക്കുക. നല്ലോണം തിളച്ച് നങ്കിമീൻ നന്നായി വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കറി ഓഫാക്കാം. വെച്ചിട്ടുണ്ട് നങ്കിമീൻ കറി. നമ്മുടെ പഴയ കാലത്തെ നങ്കിമീന് ആ ഒരു ടേസ്റ്റ് വരുമോ നമുക്ക് അറിയണല്ലോ അല്ലേ? അങ്ങനെ ഇത് ഇപ്പോഴത്തെ ടേസ്റ്റിന് വെച്ചതാണോ പഴയ കാലത്തിന്റെ ആ ടേസ്റ്റാണ്? പണ്ടത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പൊ വെച്ചത്. മുത്തിയമ്മ വെച്ച ആ അത്
ശരി, അമ്മ വെച്ചത് വേണ്ട, അമ്മ വെച്ചത് ഒന്ന് നോക്കട്ടെ. വെറും നങ്കിമീൻ മാത്രമേ ഉള്ളൂ. അത് സൂപ്പർ അല്ലേ? ഞാൻ 5 വയസ്സിൽ കഴിച്ച അതേ അനുഭവം. അച്ഛമ്മ വെച്ചത് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി മാത്രമല്ല, സൂപ്പർ പറഞ്ഞാൽ പിന്നെ അതിലെല്ലാം അടങ്ങി. ദിവസം അങ്ങനെ വെച്ചോട്ടാ, ആളൊന്നും നേരെ സൂപ്പർ.